തിരുസഭ ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ സഭയിലേക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുക. കർത്താവിൻ്റെ സ്വർഗാരോഹണവും പെന്തക്കോസ്താ തിരുനാളുകളുമായി നാളുകൾ സഭ ആചരിക്കുക. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് സഭയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് വസിച്ചതുപോലെ ഇന്നും നമ്മുടെ സഭയിലേക്ക് ഓരോ ദിവസവും പരിശുദ്ധ കൂദാശകളിലൂടെയും വചനത്തിലൂടെ നമ്മിലേക്ക് വന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഈ ആദ്യ ശനിയാഴ്ച ദിവസം പ്രത്യേകമായ വിധം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ വിഷമങ്ങളും മാറട്ടെ. ഒരുപാട് ഭാരവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാ വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കാം. അതായത് 18, 19, 20, 2, 3 പേര് എൻ്റെ നാമത്തൊന്നിച്ചു കൂടുമ്പോൾ അവിടെ മധ്യേ ഞാൻ സന്നിഹിതനായിരിക്കും എന്നറിയിച്ച ദേശം അപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. വിഷമങ്ങളെല്ലാം അറിയും ദൈവത്തിൻ്റെ കരകളിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സങ്കീർണതകളും സഹനങ്ങളും എല്ലാം നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. യെശയ്യാ 29:19 ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷനാകുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തെങ്കിലിരുന്ന് ശാസിക്കുന്നവന് കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യും. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവർണമാകുകയില്ല. ഞാൻ ജനത്തിന് മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. 2 കരം ഉയർത്തിപ്പിടിക്കുന്നു. യെശയ്യാ 30:19, 20, 21 സംഭവിക്കട്ടെ. ഇപ്പോൾ ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിന്റെ കഷ്ടതയുടെ അപ്പവും വേഷത്തിൻ്റെ ജ്വലവും തന്നാലും നിന്റെ ഗുരു നിന്നെ മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോകുക. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. യെശയ്യാ 11:1-9 വചനം സംഭവിക്കട്ടെ. യെശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും. അവൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോടവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. ഭീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവരെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും. സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളവിലാണ് കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ജ്ഞാനം ഒന്നിൻ്റെ വേടിപ്പോൾ സംഭവിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും. ഭീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല. അധർമ്മിയുടെ ആലോചന വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വരും. അതവൻ്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു. മുറുമുറുപ്പോലെ അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. പരദൂഷണം പറയരുത്. രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകുന്നു. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സങ്കീർത്തനം 107:10-20 വചനം സംഭവിക്കട്ടെ. ഈ സമയം സംഭവിക്കട്ടെ.
പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിലും നിഴലിലും വരുന്നു. എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അടിമ വേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു. അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന് നിഴലിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിനെ അവിടുത്തെ കാരണത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുത്തെ ചില അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതികൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർച്ചുള്ള രോഗികളായി തോന്നി. തങ്ങളുടെ അകൃത്യങ്ങളിൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങൾ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങൾ രക്ഷിച്ചു. അവിടുന്ന് എൻ്റെ വചനമായി ചേർ സൗഖ്യമാക്കി, വിനാശത്തിന് വിട്ടുവെച്ചു. ബന്ധനായിട്ട് യേശുവിൻ്റെ നാമത്തിന് ശക്തിയാണ്. അത്ഭുതങ്ങളുടെ മണിക്കൂറായിട്ട് മാറി. സങ്കീർത്തനം 2 സംഭവിക്കട്ടെ. 6 മുതൽ 12 വരെ വചനം ഇപ്പോൾ സംഭവിക്കട്ടെ. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തിൽ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കും. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുകയും അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. 2 കരമത്തെ യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. സങ്കീർത്തനം 9 സംഭവിക്കട്ടെ. 8 മുതൽ വചനം ഇപ്പോൾ സംഭവിക്കും. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കും. അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കും. എന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവെ, എന്നോട് കരുണ കാണിക്കണം. മരണ കവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻ പുത്രയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവിടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് ജനത്തിന് വെളിപ്പെടുത്തി. അവിടുന്ന് ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും അങ്ങനെ തന്നെ. ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. ഒറ്റവിളി സ്വയേ ബന്ധനപ്പെട്ടെ. സകല ബന്ധനപ്പെട്ടെ. ചെറമയ 1 4 മുതൽ 10 വരെ സംഭവിക്കട്ടെ. ഇപ്പൊ തന്നെ സംഭവിക്കട്ടെ. ചെറമയ 1 4 മുതൽ 10 സംഭവിക്കട്ടെ. കർത്താവിനോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾ പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും പിടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നത്തെ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ ഇതിനെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഒറ്റ വിളിച്ചോയെ സ്തുതിക്കുന്നു.